നിങ്ങൾക്ക് ആ ബുദ്ധിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണ്ടേ? ഞാനല്ല, അതാ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നത്. DC അങ്ങനെ പറയുമ്പോൾ തന്നെ അത് സമയം വരെയും വന്ന് സോഷ്യൽ മീഡിയ അടക്കം നിയന്ത്രിക്കുന്ന പാർട്ടി സംവിധാനം ഞാൻ പറഞ്ഞു വരുന്നത് DC അല്ല, DC ബുക്സ് മാധ്യമങ്ങളുടെ പേരൊക്കെ താങ്കൾ എടുത്തു പറഞ്ഞു വിമർശിക്കുന്നുണ്ടല്ലോ. വാർത്തപ്പെടുത്ത മാധ്യമങ്ങളുടെ പേരൊക്കെ ഇപ്പോൾ ഇതിൽ ആരോപണ വിധേയമായിട്ടുള്ള DC-യുടെ പേര് പറയാൻ എനക്കെന്തിനാ മടി? അല്ല, നിങ്ങൾ പറ, എന്തിനാ മടി? ഞാനൊരു പരാതി കൊടുക്കുന്നത് വസ്തുതാപരമായി എൻ്റെ അറിവുകൾ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അത് രണ്ട് വഴിയാണ്. ഒന്ന് നിയമ നടപടി, അത് DC ബുക്സിൻ്റെ ആൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു, ലീഗൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. മറ്റേത് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് ഞാനറിയാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. അത് ക്രിമിനൽ നടപടിക്രമം ഗുരുതരമായ കുറ്റമാണ്. അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGP കൊടുക്കുന്നു. ഇതാണ് ചെയ്യേണ്ടത്. അല്ല, ഞാനിപ്പോൾ ഏതായാലും ഒരു കാര്യം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് എൻ്റെ ആത്മകഥ എന്ന് എല്ലാവരെയും അറിയിക്കാൻ അധികം കാലതാമസം വരാതെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് പൂർത്തിയായാൽ മാത്രമേ പറ്റൂ. അത് പാർട്ടി മെമ്പർ ചെയ്യേണ്ട പ്രോസസ്സാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആർക്കാ കൊടുക്കണം തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം നിങ്ങൾ തീരുമാനിച്ചു, അതിനൊന്നും മറുപടി അറിയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഉത്തമനായൊരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുകയാണ്. ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഭാഷകൾ, അതിൻ്റെ സവിശേഷതകളുണ്ട്. ഞാനിപ്പോൾ ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് സരിൻ എന്ന് ഞാൻ പറയുന്നു. അല്ല, ഞാൻ പറയും പല പദങ്ങളും ഉപയോഗിക്കും. പച്ചമണ്ണിന്റെ മനുഷ്യമുള്ള പച്ചയായ മനുഷ്യനാണ് EP എന്നാണ് തിരിച്ച് EP കുറിച്ച് പറഞ്ഞത്. സരിൻ അങ്ങനെ പറഞ്ഞു. വിവാദം ഉണ്ടായിട്ട് സരിൻ പറഞ്ഞത് EP കുറിച്ച് പറഞ്ഞത് പച്ചമണ്ണിന്റെ പച്ചയായ മനുഷ്യനാണ് EP, അദ്ദേഹത്തിന് ബഹുമാനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി, അങ്ങനെ പറയാറില്ല. ഞങ്ങളുടെ പ്രശ്നം ഇത്ര മാത്രമേ നിങ്ങൾ പറയാറില്ലേ? EP ജയരാജന്റെ പേരിൽ ജയരാജന്മാരി പാരമ്പര്യമുള്ള ത്യാഗനിർഭരമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിന്നുവന്ന് പാർട്ടി പറയുന്ന ഒരു സഖാവിന്റെ പേരിൽ വളരെ വ്യക്തമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു പുസ്തകം വന്നതിന് ശേഷം അതിൽ കൃത്യമായ രീതിയിൽ MMS അടക്കമുള്ള ആളുകൾ അങ്ങനെ സ്വീകരിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ടും മറുപടി DC കേന്ദ്രീകരിച്ച് ആകില്ല. അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. സാമാന്യമായൊരു ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന മറുപടി അല്ലാതെ. അതായത് ഇപ്പോൾ പുസ്തകം ഒരാൾക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, ഭാഷാശുദ്ധി വരുത്താൻ എഴുതാൻ, അതിനുശേഷം അത് ചോർന്നു പോയിട്ടുണ്ടോ, അത് മോഷണം പോയിട്ടുണ്ടോ, അത് കൈമോശം പരിശോധിക്കാൻ പറഞ്ഞു. ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ കാര്യമില്ലല്ലോ. ഞാനത് പറഞ്ഞു കഴിഞ്ഞില്ലേ, അത് 3 പ്രാവശ്യമായിട്ടായി നിങ്ങൾ എന്നെ ചോദിച്ചോണ്ടിരിക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ ടെലിവിഷനിൽ വന്നിട്ടുള്ള ചാനലുകളിൽ വന്നിട്ടുള്ളതെല്ലാം ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ്. അതിൻ്റെ ഇപ്പോൾ വന്നു എന്ന് പറയുന്ന പേജുകളും ബുക്കുകളൊന്നും ഞാൻ കണ്ടതുമല്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഞാനിങ്ങനെ ഓരോ പോർഷനായിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് തയ്യാറാക്കി വെക്കാൻ ചുമതലപ്പെടുത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ വന്നു കഴിഞ്ഞാൽ ഞാനത് വായിച്ച് അതിനകത്ത് വല്ല തിരുത്തലുകൾ വേണമെങ്കിൽ അതൊക്കെ വരുത്തി അത് ആരെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിക്കണം എന്നാലോചിച്ച് കൊടുക്കും. ഇല്ല, മനസ്സിൽ കണ്ടില്ല. അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് വിശ്വസനാണ്, അദ്ദേഹത്തെ നിങ്ങൾ വധിക്കാൻ പുറപ്പെടില്ല. തികച്ചും അടിസ്ഥാനരഹിതമാണ്. നിങ്ങൾ കൊടുക്കുന്ന പല വാർത്തകളും തെറ്റാണ്. അത് നല്ല ഗവൺമെൻറ്റാണ്. നിങ്ങൾ കേരളത്തെ ഒരു പുതിയ കേരളമാക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന പോലെ വികസനം എവിടെയാണ് നടക്കുന്നത്? ഈ കേരളത്തിൻ്റെ ഗ്രാമമേഖല മുഴുവൻ നോക്കുക, ഒരു പുതിയ ഉണർവല്ലേ. ഇവിടെ പാലക്കാട് നെൽകൃഷിക്കാരുടെ നാടാണ്, നെല്ലറയുടെ നാടാണ്.
ഇവിടെ കൃഷിക്കാർ കഴിഞ്ഞ വർഷം 12,000 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. ഈ വർഷം 15,000 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. ആ നെല്ല് സംഭരിച്ച് കൃഷിക്കാർക്ക് മുഴുവൻ കാശ് കൊടുക്കുന്നു. ഇനി പാലക്കാടിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം. സരിൻ ജയിച്ചു വന്നാൽ ഈ പാലക്കാട് ഒരു പുതിയ പാലക്കാടായിരിക്കും. ഇവിടെ ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും റോഡുകളും പാലങ്ങളും അതുപോലെ ടൗൺ ഹാളുകളും കൺവെൻഷൻ സെൻ്ററുകളും വിശാലമായ സാംസ്കാരിക കേന്ദ്രങ്ങളും കളിസ്ഥലങ്ങളും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ചികിത്സാ സൗകര്യങ്ങളൊക്കെ വളരെ വേഗം ലഭ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ എല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഈ പാലക്കാട് ഒരു തിലകക്കുറിയാക്കി മാറ്റും. അതിനുവേണ്ടി നിങ്ങളെല്ലാം സരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള നടപടികൾ അതെ അതെ അതെ. നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകാം. ഇനി ഇലക്ഷന് ശേഷം വേണമെങ്കിലും ഉണ്ടാകാം. പോരെ ജയരാജേട്ടനെ പോലെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ എല്ലാവരും കൂടെ വന്നിട്ട്